ജീവിതം സൂക്ഷിച്ച മഹദി, ഞാൻ പകല് മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ എന്നെ മറമാടാവൂ എന്ന് വസിയ്യത്ത് ചെയ്ത ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ മഹദി അങ്ങ് വഫാത്തായപ്പോ വിശുദ്ധ റമദാനിലല്ലേ വഫാത്ത്? പകല് സമയത്താണ് വഫാത്ത് നടന്നത്. പക്ഷേ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, ആരും ഇവിടെ കൂട്ടം കൂടി നിൽക്കേണ്ടതില്ല, എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. നോമ്പ് തുറന്ന് മഗ്രിബിന് ശേഷമേ ജനാസ എടുക്കൂ. രാത്രി മറവ് ചെയ്യാനാണ് നിർദ്ദേശമുള്ളത്. പകലാണ് വഫാത്തായത്, സമയമില്ലാത്തത് കൊണ്ടല്ല. നിങ്ങളൊക്കെ പോയിക്കോളൂ, മഗ്രിബിന് ശേഷം വരൂ. മഗ്രിബിന് ശേഷം അതാ സ്വഹാബിമാര് താബിഉകൾ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ തടിച്ചുകൂടി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനാസ ചുമന്നുകൊണ്ടുപോയി. 4 ആളുകളല്ലേ ജനാസ ചുമന്നത്? ഒന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പിന്നെ 2 ഭാഗത്ത് നിൽക്കുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, 4ാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹും അജ്മഈൻ. 4 മഹാന്മാരും കൂടി ജനാസ ചുമന്നുകൊണ്ട് പോയിട്ട് നേരെ ഖബറിന്റെ സമീപം വെച്ച് നിസ്കാരം കഴിഞ്ഞ് ഖബറിന്റെ ഓരത്ത് വെച്ചിട്ട് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞില്ലേ ഖബറിനോട്, ഖബറേ അതദ്രീ മനില്ലതീ ജിനാ ബിഹാ ഇലൈക്, നിന്റെ ഉള്ളിലേക്ക് വെക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ഹിയ ഫാത്തിമത്തു സഹ്റാ, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പുത്രിയാണ്. വസൗജത്തു അലിയിൽ മുർത്തള, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹധർമ്മിണിയാണ്. ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ മാതാവാണ്. അതുകൊണ്ട് ഖബറേ ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞതിന് ഖബറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മറുപടി, മാ അന മൗദിഉ ഹസബിൻ വനസബിൻ, അറിയാമോ ഇത് കുടുംബത്തിന്റെയും തറവാടിന്റെയും സ്ഥലമല്ല. വ ഇന്നമാ അന മൗദിഉൽ അമലിസ് സാലിഹി, സുഹൃതമുണ്ടോ സൽക്കർമ്മങ്ങളുണ്ടോ ഇവിടെ വരുന്നവർക്ക് സന്തോഷമാണ്. ഫലാ യൻജൂ മിന്നി ഇല്ലാ മൻ കസുറ ഖൈറുഹു വസലിമ ഖൽബുഹു വഖലുസ അമലുഹു. നല്ല ഖൽബോടെ നല്ല ഇഖ്ലാസോടെ കൂടുതൽ അമൽ ചെയ്തവർക്കല്ലാതെ രക്ഷപ്പെടാനൊക്കില്ല. നല്ല അമലുള്ള ആളുകൾ മാത്രം വരിക, അവർക്ക് ഇവിടെ രക്ഷ കിട്ടുകയുള്ളൂ എന്ന് ഖബറിൽ നിന്നൊരു വിളിയാളം ഉറക്കെ വന്നുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല അമലാകുന്ന നിസ്കാരവും നന്നായി നിർവഹിച്ച് പുണ്യകർമ്മങ്ങൾ നമ്മളെ കൊണ്ടാവുന്നതെല്ലാം ഈ ചുരുങ്ങിയ ജീവിതത്തിൽ ചെയ്ത് അല്ലാഹുവിലേക്ക് നല്ല നിലക്ക് യാത്രയാകണം. റബ്ബ് തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ